ട്രംപിൻ്റെ ആളല്ല എന്ന് തോന്നിക്കാൻ വേണ്ടി എടുത്ത പ്രസ്താവനയാണ്. ഇറാൻ വാറിനെതിരെ പറയുന്നു, ട്രംപിനെതിരെ പറയുന്നു, എനിക്ക് ട്രംപിനെ പേടിയില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ പോപ്പ് ലിയോയുടെ ശരിക്കും അദ്ദേഹത്തിന് ഹിസ്റ്ററി നോക്കുക, ചരിത്രം. പോപ്പ് ലിയോ എങ്ങനെയാണ് അമേരിക്കയിൽ പ്രശസ്തനാകുന്നത്? ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിയിലും അതേപോലെ കാത്തലിക് സഭയിലൊക്കെ ഒരു സീനിയറായിട്ട് വരുന്നതിൻ്റെ കാര്യം എങ്ങനെ? ഉറപ്പായിട്ട് ഇദ്ദേഹം വന്നിരിക്കുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ അമേരിക്കൻ ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ്. വാഷിങ്ടൺ DC-യിലാണ് അതിൻ്റെ ഓഫീസ്. ഇത് കാത്തലിക് സഭയുടെ അച്ഛന്മാരും പാദ്രിമാരും ഇൻ്റലക്ച്വൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന അമേരിക്കൻ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ. അതിൻ്റെ ഒരു എല്ലാമാണ് ഈ പോപ്പ് ലിയോ. അവരാണ് ഈ ട്രംപ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാത്തലിക് സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിൽ BJPക്ക് ഇന്ത്യയിലെ ഹിന്ദു മതത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് സംശയമില്ലാത്ത കാര്യം. കാരണം ഹാർഡ് കോറ്, സോഫ്റ്റ് കോറ്, പല രീതിയിലുള്ള ഹിന്ദുത്വമുണ്ട്. കോൺഗ്രസിനൊന്നും ആ സ്വാധീനമില്ല. BJPക്ക് ഇന്ത്യയിലെ ഹിന്ദു മതങ്ങളുമായിട്ട് വ്യക്തമായ സ്വാധീനമുണ്ട്. ഈ പറയുന്ന പല ഹിന്ദു സന്യാസിമാരാണെങ്കിലും പല ഹിന്ദു ഗ്രൂപ്പുകളാണെങ്കിലും അവരുമായിട്ട് BJPക്കൊരു ബന്ധമുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ കാത്തലിക്കിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് അമേരിക്കൻ ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതായത് ന്യൂ അപ്പോസ്റ്റലിക് റിഫോർമേഷൻ, അതായത് ക്രിസ്തു വരുന്നതിന് മുമ്പ് ലോകത്തെ പ്രിപ്പയർ ചെയ്യുക. അതറിയാം, നിങ്ങൾക്കറിയാം, ഇതൊരു ഗ്ലോബലായിട്ട് അമേരിക്കൻ തുടങ്ങിയതാണ്. അതിൻ്റെ പാർട്ടാണ് ഈ ട്രംപും ഈ പറയുന്ന പോപ്പ് ലിയോ. അതിൻ്റെ ഭയങ്കര പാർട്ടാണ് NIR-ൻ്റെ. ഇത് ഓരോന്നും പുറത്തിപ്പോഴാണ് വരാൻ തുടങ്ങിയത്. പോപ്പ് ലിയോ ഈ ട്രംപുമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്പിരിച്വൽ ലീഡേഴ്സുമായിട്ടുള്ള ബന്ധം. അപ്പം അത് പബ്ലിക്കിൻ്റെ മുമ്പിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുമ്പിലും കാണിക്കണ്ട. അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഗിമിക്സും തമാശയും മാത്രമാണ്. ട്രംപ് തന്നെയാണ് പോപ്പ് ലിയോ ഈ സ്ഥാനത്ത് കൊണ്ടാക്കി. ഇതിന് പറഞ്ഞു തരാം കാര്യം എങ്ങനെ ഉണ്ടായത്. പോപ്പ് ഫ്രാൻസിസ് അതായത് പ്രായമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ചാർജ് ചെയ്യുന്ന മാറുന്ന രീതിയിലോട്ട് സംഭവങ്ങൾ മാറി വാറ്റിക്കാനിൽ.